ഡി സുരേഷ് കുമാർ, ഇപ്പോൾ തേവലക്കരയിലുണ്ടായ നടപടി എന്ന് പറയുന്നത് പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഉത്തരവും പുറത്തിറങ്ങിയിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഇതാരുടെ വീഴ്ചയാണ്? നമ്മൾ ഇതേ വിഷയം ഇന്നലെ ഈ ഫ്ലോറിൽ ഇരുന്നു കൊണ്ട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ താങ്കൾ മുന്നോട്ട് വെച്ച കാര്യം റിപ്പോർട്ടുകൾ വരട്ടെ എന്നുള്ളതാണ്. ആർക്കൊക്കെയാണ് ഈ സംഭവത്തിൽ വീഴ്ച വന്നിരിക്കുന്നത്? അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ. നമുക്ക് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. കൃത്യമായി ഗവൺമെൻറ് മുഖം നോക്കാതെ ആരെയും സംരക്ഷിക്കേണ്ടുന്ന ആവശ്യം ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിനില്ല. ഗവൺമെൻറ്റിൻ്റെ മുന്നിൽ, സർക്കാരിൻ്റെ മുന്നിൽ ആകെയുള്ളത് നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമോനാണ് മിഥുൻ. തേവലക്കര സ്കൂളിൽ വിദ്യാർത്ഥികളുമായി കളിക്കുന്നതിനിടയിൽ അവിചാരിതമായ അപകടത്തിൽ ആകസ്മികമായി ആ കുഞ്ഞ് നമ്മളിൽ നിന്നും വേർപെട്ടുപോയി. അത് അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള സംഭവമാണ്. സംഭവം നടന്ന ഉടൻ തന്നെ കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവൻ പേരും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോട് ഈ വിഷയത്തെ സംബന്ധിച്ച് ആരായുമ്പോൾ സാക്ഷിയായി ഞാനും ആ സമീപ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നയാളാണ്. കൃത്യമായി മുഖം നോക്കാതെ ഇതിൽ കുറ്റക്കാരായിട്ടുള്ള മുഴുവൻ ആളുകൾക്കെതിരെയും ശക്തമായ നടപടി സ്വീകരിക്കും. അതിനകത്ത് യാതൊരുവിധ പക്ഷപാതവും കാണിക്കുകയില്ല എന്ന് വളരെ കൃത്യതയോടുകൂടി കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ നോക്കിയാണ് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത്. ആ പറഞ്ഞ വാക്കുകൾ അക്ഷരാർത്ഥത്തിൽ ശരിവെച്ചുകൊണ്ട് ഇന്നിപ്പോൾ അതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളെ പ്രഥമദൃഷ്ട്യാ റിപ്പോർട്ട് വന്നതിൻ്റെ പിൻബലത്തിൽ ആ ആളുകൾക്കെതിരായി നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇനി ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കേരളത്തിൽ ആവർത്തിക്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലും ശിക്ഷണ നടപടികളും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഗവൺമെൻറ് അടിവരയിട്ട് പ്രഖ്യാപിക്കുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ അത്തരത്തിലുള്ള നടപടികൾക്ക് പൂർണ്ണ പിന്തുണ കൽപ്പിക്കുകയാണ് നാം ചെയ്യേണ്ടത്. അതല്ലാതെ വീണ് കിട്ടി ഒരവസരം, ഇത് തന്നെ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി കളയാമെന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിനെതിരായി തിരിച്ചുവിടുന്ന ഒരു നടപടിക്രമം അത് അങ്ങേയറ്റം തെറ്റാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും വിലപ്പോകാത്ത ഇത് എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ പ്രദേശങ്ങളിലും, എല്ലാ സർക്കാരുകളുടെ കീഴിലും ഇത്തരത്തിലുള്ള ന്യൂനതകളും പോരായ്മകളും ഉണ്ടാകുന്നുണ്ട്. ആ പോരായ്മകളെ ശരിയായ വിധത്തിൽ തിരുത്തിക്കൊണ്ടു പോകുമ്പോഴാണ് ഒരു സർക്കാരിൻ്റെ യശസ് ഉയരുന്നത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രൂപത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടാൽ അപ്പോൾ തന്നെ തിരുത്തപ്പെടുന്ന ഒരു പ്രവണതയുണ്ട്. തെറ്റ് പറ്റാതിരിക്കാൻ നമുക്കറിയാമല്ലോ, ഇത് ഗർഭസ്ഥ ശിശുവുമല്ല, ശവശരീരവുമല്ല. മനുഷ്യരാൽ പ്രവർത്തിക്കപ്പെടുന്ന ഒരു സംഘത്തിനകത്ത് തെറ്റുകൾ സ്വാഭാവികമാണ്. നിങ്ങൾ പറയുന്നതിനനുസരിച്ച് കേന്ദ്ര ഗവൺമെൻറ് തെറ്റുപറ്റാറില്ല. നിങ്ങൾ ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലെ സർക്കാരുകൾക്ക് തെറ്റുപറ്റാറില്ല. സംസ്ഥാന ഗവൺമെൻറ് അങ്ങനെ പറഞ്ഞു പോകല്ലേ അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ. ഇത് വളരെ സീരിയസ് ആയ ഒരു പ്രശ്നം തന്നെയാണ്. ഈ സ്കൂളിന് നൽകിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തന്നെ ഈ വലിയ പരിമിതികളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ്. അടിസ്ഥാന സൗകര്യങ്ങളിൽ പ്രശ്നങ്ങളില്ല എന്ന് മൈനാഗപ്പള്ളി പഞ്ചായത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുകയാണ്. ഈ ഗുരുതര അനാസ്ഥയുടെ തെളിവ് എന്ന് പറയുന്നത് തന്നെ ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റാണ്. ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു സർക്കാരിന്? പഞ്ചായത്ത് നിയോഗിച്ച അസിസ്റ്റന്റ് എഞ്ചിനീയർ ആണല്ലോ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണല്ലോ ഇത്തരത്തിൽ അവിടെ സർവേ നടത്തുകയും ഈ സ്കൂളിൻ്റെ പരിമിതികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുകയും ചെയ്യേണ്ട ഉദ്യോഗസ്ഥൻ. അതുണ്ടായില്ല. ഭരണസമിതി കോൺഗ്രസ് ആണ്. CPM-ന് പൂർണ്ണ നിയന്ത്രണമുള്ള സ്കൂൾ എന്ന് തന്നെ വളരെ കൃത്യമായി പറയാം. അതിൻ്റെ ഇപ്പോഴത്തെ CPM-ൻ്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി തുളസീധരൻ പിള്ളയാണ് ഇപ്പോഴത്തെ നിലവിലെ മാനേജർ. PK ഗോപൻ ആയിരുന്നു അവിടുത്തെ മുൻ മാനേജർ. ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. പൂർണ്ണമായും CPM-ന് നിയന്ത്രണമുള്ള ഒരു സംവിധാനം. അപ്പോൾ ഈ സംവിധാനങ്ങളൊന്നും ഇവിടുത്തെ പരിമിതികൾ മറച്ചു വയ്ക്കപ്പെടും. ഈ സംവിധാനങ്ങളെ എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയൊക്കെ പോയാൽ മതി, നിർധനരായ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ പോയാൽ മതി എന്ന ഒരു തീരുമാനം എന്തുകൊണ്ടാണ് സ്കൂൾ മാനേജ്മെൻറ്റിന് എടുക്കാൻ? ഈ പ്രശ്നം നേരത്തെ തന്നെ അവിടെ ഹെഡ് മിസ്ട്രസ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച വിഷയമല്ലേ? എന്നിട്ടും ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുകയാണ്, ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂൾ തുറക്കുകയാണ്. അവിടെ ആ വലിയ അനാസ്ഥ മറ്റുള്ളവരുടെ മേൽ പഴിചാരിയിട്ട് ഒരു കാര്യവുമില്ല. അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ.
നോക്കൂ നീലിമ, രണ്ട് കാര്യങ്ങൾക്കുള്ള ഉത്തരം നിങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഒന്ന്, ആ സ്കൂളിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ടാണ്. അത് പിന്നെ കൊല്ലത്തെ ഈ സ്കൂളിന് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ സ്കൂളുകൾക്കും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഓരോ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് വാങ്ങി തന്നെയാണ് പോകുന്നത്. അതിനപ്പുറത്തേക്ക് കൃത്യമായിട്ടുള്ള വലിയ ഫിസിക്കൽ പരിശോധന നടക്കുന്നില്ല. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സർട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ഒരു രീതി തന്നെയാണ് എല്ലാ സർക്കാരുകളുടെ കീഴിലും കേരളത്തിൽ നിലനിൽക്കുന്നത്. ഞാൻ കേരളത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. സ്കൂൾ കെട്ടിടങ്ങൾ പോലും ഇല്ലാത്ത ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെ സംബന്ധിച്ചല്ല ഞാനിവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ആ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ആ സ്കൂൾ പ്രവർത്തിക്കുമ്പോൾ അവിടെ സ്കൂളിന് നേതൃത്വം നൽകുന്നതിൽ CPM ഒന്നോ രണ്ടോ നേതാക്കന്മാരുണ്ട്. എന്നാൽ ഇത് തന്നെ അവസരം, ഈ കിട്ടിയ അവസരം പരമാവധി അങ്ങ് പ്രയോജനപ്പെടുത്തി കളയാം. ഇതിനെ എങ്ങനെ സർക്കാരിനെതിരെ തിരിച്ചുവിടാം എന്നതിനെ സംബന്ധിച്ചുള്ള ഗവേഷണം നമ്മൾ മതിയാക്കണം. നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അവിടെ ഈ ഘട്ടത്തിലും CPM-ന്റെ പ്രതിനിധി പറഞ്ഞു വെക്കുന്നത് സർക്കാരിനെതിരെ ഇത്ര വലിയ ആരോപണങ്ങൾ, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് സർക്കാരിനെതിരെ തിരിച്ചുവിടാനാണ് ഇവിടെ മാധ്യമങ്ങളും പ്രതിപക്ഷവും എല്ലാം ശ്രമിക്കുന്നത് എന്ന പഴയ ക്യാപ്സൂൾ തന്നെ പുറത്തിറക്കുകയാണ് CPM എന്നാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്.